ഏതു വഴിയിലേക്കാണ് സഞ്ചരിക്കേണ്ടതെന്ന് മനസ്സിലാകാത്ത ഒരു നാൽക്കവലയിൽ എത്തിപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഡയാനയുടെ ജീവിതം. ഒന്നും ആലോചിക്കാനോ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനോ കഴിയുന്നില്ല. പാപ്പരാസികളാവട്ടെ ഡയാനയെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഡയാന രാജകുമാരി എല്ലാ കാലത്തും പാപ്പരാസികൾ എന്നറിയപ്പെടുന്ന പത്രക്കാരുടെ ഒരിരയായിരുന്നു. ഇപ്പോൾ ഇത് ആർക്കും സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ കഠിനമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ഡയാന ഏതോ വിനോദസങ്കേതത്തിൽ മേൽവസ്ത്രമില്ലാതെ സൂര്യസ്നാനം ചെയ്യുന്ന ഒരു ചിത്രം ഓർ സ്പാനിഷ് ഫോട്ടോ ഏജൻസി എന്ന പാപ്പരാസി സംഘം പകർത്തി വിൽക്കാൻ തുടങ്ങിയിരുന്നു. 1 മില്യൺ യൂറോയ്ക്കാണ് അവരത് വിൽപ്പന നടത്തിയത്. 1996 മിറർ പത്രം ഡയാനയുടെ അത്തരം ചില ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഡയാനയെക്കുറിച്ച് മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന പ്രതിച്ഛായ രൂപപ്പെടുത്താൻ ആരൊക്കെയോ കാര്യമായി പരിശ്രമിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. ഇടയ്ക്കെല്ലാം മനുഷ്യർക്ക് അവരുടെ സ്വകാര്യത നിലനിർത്താൻ അവകാശമുണ്ട് എന്ന മുറവിളി ഉയർന്നു എന്നല്ലാതെ ഡയാനയ്ക്ക് നേരിട്ട മാനഹാനിക്ക് പരിഹാരമുണ്ടായില്ല. എവിടെയും തിരിയാൻ കഴിയാത്ത വിധത്തിൽ പാപ്പരാസി മാധ്യമങ്ങൾ ഒരുക്കുന്ന കെണികളാണ് അവർക്ക് ചുറ്റും. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹസ്നത് ഖാനൊപ്പം ജീവിക്കാൻ ഡയാന ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും ഇംഗ്ലണ്ടിലേക്ക് മാറാനും ഹൃദ്രോഗ വിദഗ്ധൻ എന്ന ജോലി ഉപേക്ഷിച്ച് തന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും ഡയാന അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പക്ഷേ അതെല്ലാം അസാധ്യമാണെന്നാണ് ഹസ്നത് ഖാന്റെ നിലപാട്. മാത്രമല്ല, ഡയാനയെപ്പോലെ എപ്പോഴും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സെലിബ്രിറ്റിയോടൊപ്പമുള്ള ജീവിതം തന്റെ സ്വകാര്യതയെ കൂടി ബാധിക്കുന്നുവെന്ന് ഖാൻ പരാതിപ്പെട്ടു. ഡോക്ടർ ജോലി ഉപേക്ഷിക്കാനുള്ള ഡയാനയുടെ നിർദ്ദേശം ഹസ്നത് ഖാനെ ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ 2 വർഷം നീണ്ടുനിന്ന ആ സ്നേഹബന്ധം പെട്ടെന്ന് മുറിഞ്ഞു. ഇനി എന്താണ് മുന്നിലുള്ളത്? ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടാതെ ജീവിതം അവശേഷിക്കുകയാണ്. ഡയാനയ്ക്ക് സ്വയം നിന്ന് തോന്നി. ഒടുവിൽ ഡയാന തന്നെയാണ് ഹസ്നത് ഖാനോട് ഈ ബന്ധം ഇനി തുടരേണ്ടതില്ല എന്ന തീരുമാനം പറഞ്ഞത്. അവർ വീണ്ടും വിഷാദത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് മുഹമ്മദ് അൽ ഫയദ് എന്ന കഥാപാത്രത്തിന്റെ അപ്രതീക്ഷിതമായ രംഗപ്രവേശം. ഈജിപ്ഷ്യൻ വംശജനായ ഒരു വമ്പൻ വ്യവസായിയാണ് അയാൾ. മുഹമ്മദ് അൽ ഫയദ് ഡയാനയ്ക്ക് തീർത്തും അപരിചിതനല്ല. മുൻപ് ചില വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക എന്ന ലക്ഷ്യവുമായി ഇംഗ്ലണ്ടിലെത്തിയ കാലത്ത് അദ്ദേഹം കൊട്ടാരത്തിലെത്തി എലിസബത്ത് രാജ്ഞിയെ പലവട്ടം കണ്ടിരുന്നു. അന്ന് രാജ്ഞി തന്നെയാണ് മുഹമ്മദ് ഫയദിനെ ഡയാനയ്ക്ക് പരിചയപ്പെടുത്തിയത്. പിന്നീട് പലപ്പോഴും അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഡയാനയുടെ പിതാവ് ഏൾ സ്പെൻസറുമായും അദ്ദേഹം സൗഹൃദത്തിലായിരുന്നു. കൊട്ടാരം കൂടി പങ്കാളിയാകുന്ന ഒരു പരിപാടിയിൽ സ്പോൺസറായി എത്തിയതാണ് അയാളിപ്പോൾ. ബ്രിട്ടനിലെ വമ്പൻ വ്യവസായ സംരംഭങ്ങൾ സ്വന്തമാക്കിയെങ്കിലും അയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം കിട്ടിയിരുന്നില്ല. തുടർച്ചയായി പൗരത്വം നിഷേധിക്കപ്പെടുന്നതിന്റെ ആകുലത മുഹമ്മദ് ഫയദിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ആഢ്യവംശജരുമായി കൂടുതൽ ദൃഢമായൊരു ബന്ധം അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. രാജകുടുംബത്തിൽ നിന്ന് അകന്ന് തികച്ചും ഒറ്റപ്പെട്ട് കഴിയുന്ന ഡയാനയുമായി ഒരു ബന്ധമുണ്ടാക്കിയാൽ അത് തന്റെ ബിസിനസ് താൽപര്യങ്ങൾക്കും ഗുണകരമായിരിക്കുമെന്ന് ഫയദ് കരുതി. ഡയാനയാകട്ടെ എല്ലാം കൊണ്ടും വിഷമിച്ചു കഴിയുന്ന കാലം. മക്കൾക്കൊപ്പം വേനലവധി ചെലവഴിക്കാൻ പോകാൻ പോലും അവർക്കൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോടെങ്കിലും തന്റെ വിഷമങ്ങൾ പറയാൻ കാത്തിരുന്നതുപോലെ ഡയാന തന്റെ പല പ്രശ്നങ്ങളെക്കുറിച്ചും മുഹമ്മദ് അൽ ഫയദിനോട് സംസാരിച്ചു. ആ അവധിക്കാലം
ഡയാന കുട്ടികൾക്കൊപ്പം അമേരിക്കയിൽ കഴിയാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ സുരക്ഷാകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൊട്ടാരം അത് അനുവദിച്ചില്ല. പിന്നീട് എവിടെ പോകും എന്നാലോചിക്കുകയാണവർ. അപ്പോഴാണ് മുഹമ്മദ് അൽ ഫയദ് ഡയാനയ്ക്ക് മുന്നിൽ ആകർഷകമായ ഒരു വാഗ്ദാനം അവതരിപ്പിച്ചത്. ദക്ഷിണ ഫ്രാൻസിലുള്ള തന്റെ വില്ലയിൽ ഡയാനയ്ക്ക് കുട്ടികളുമൊത്ത് വേനൽക്കാലം ചെലവഴിക്കാം. ഫ്രാൻസിലേക്കുള്ള ഈ യാത്ര ബ്രിട്ടനിലെ പാപ്പരാസുകളിൽ നിന്നുള്ള ഒരു താൽക്കാലിക മോചനവുമായിരിക്കും. മുഹമ്മദ് അൽ ഫയദിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് സ്വന്തമായുള്ള സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് രാജകുടുംബത്തിന് മതിപ്പാണ്. ഡയാന വളരെ പെട്ടെന്ന് തന്നെ ആ ക്ഷണം സ്വീകരിച്ചു. ഫ്രാൻസിലെത്തിയ ഡയാനയ്ക്കും കുട്ടികൾക്കും ഗംഭീര വരവേൽപ്പാണ് മുഹമ്മദ് അൽ ഫയദ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ആഡംബര നൗക അവർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രം ആസൂത്രണം ചെയ്തിരുന്ന ഈ പരിപാടിയിലേക്ക് അപ്രതീക്ഷിതമായി മറ്റൊരാൾ കൂടിയെത്തി. തികച്ചും അപ്രതീക്ഷിതമായി വന്നുചേർന്ന അതിഥി മുഹമ്മദ് അൽ ഫയദിന്റെ മകൻ ദോദി, 42കാരനായ ചലച്ചിത്ര നിർമ്മാതാവ്. സമ്പന്നനായ പിതാവിന്റെ വാത്സല്യം വേണ്ടുവോളം അനുഭവിക്കുന്ന ഒരു കളിക്കുട്ടിയാണ് അപ്പോഴും അയാൾ. ദോദി പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടേക്കെത്തിയതാണ്. ഡയാനയും ദോദിയും തമ്മിൽ അടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ദോദിയെ ഡയാന മുമ്പും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൊട്ടാരത്തിൽ പോളോ കളിക്കാൻ വന്നപ്പോഴായിരുന്നു അത്. അന്ന് വെറും പരിചയം മാത്രം. ഇപ്പോഴാണ് ഡയാന ദോദിയെ ശ്രദ്ധിക്കുന്നത്. പെരുമാറ്റത്തിൽ കുസൃതിയുള്ള സുന്ദരൻ. ദോദിയും രാജകുമാരിയും തമ്മിൽ അടുക്കുന്നത് മുഹമ്മദ് അൽ ഫയദ് ശ്രദ്ധിച്ചു. അതൊരു നല്ല ബന്ധമായി മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. പലവട്ടം പ്രണയത്തിൽ പരാജിതയായിട്ടുള്ള ഡയാനയാകട്ടെ കൂടുതലൊന്നും ആലോചിച്ചില്ല. കുട്ടികളെ ഇംഗ്ലണ്ടിൽ തിരികെ എത്തിച്ചതിനു ശേഷം അവർ വീണ്ടും ദോദിയുടെ അടുത്തെത്തി. പക്ഷേ ഇതിനകം പാപ്പരാസികൾ ഡയാനയുടെ പുതിയ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അവർ ഡയാനയെയും ദോദിയെയും വിടാതെ പിന്തുടരാൻ തുടങ്ങി. നൗകയിലെ യാത്രാവേളയിൽ പോലും സ്വൈരമില്ല. ഒടുവിൽ ഡയാനയും ദോദിയും ചുംബിക്കുന്ന ഒരു രംഗം അവരുടെ ക്യാമറകൾക്ക് കിട്ടി. ഇറ്റലിയിലെ പോർട്ടോഫിനോയിൽ വെച്ചായിരുന്നു അത്. പാപ്പരാസികളുടെ ശല്യം സഹിക്കാതെ ഡയാന ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. അവർക്ക് ചില ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനുമുണ്ടായിരുന്നു. 1997 അവരൊരിക്കൽ കൂടി ലാൻഡ്മൈൻ ഫീൽഡുകളിലേക്ക് സന്ദർശനം നടത്തി. ഇത്തവണ ബോസ്നിയയിലേക്കാണ് പോയത്. ഡയാനയുടെ സ്തുത്യർഹമായ പൊതുജീവിതത്തിൽ അവർ നടത്താൻ പോകുന്ന അവസാന ഇടപെടലായിരിക്കും അതെന്ന് അപ്പോൾ ആരും അറിഞ്ഞില്ല. സഫാരി TV ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ. പോസ്റ്റേജ് പുറമെ. ഉടൻ സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. ബോസ്നിയയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം ഡയാന വീണ്ടും ഒരിക്കൽ കൂടി ദോദിയെ കാണാൻ ഫ്രാൻസിലേക്ക് പോയി. കുറച്ചു ദിവസം അവിടെ ചെലവഴിച്ചതിനു ശേഷം അവരിരുവരും പാരീസിലെത്തി. അവിടെയും ദോദിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള റിറ്റ്സ് ഹോട്ടലിലാണ് ഇരുവരും താമസിച്ചത്. ഹോട്ടലിന് പുറത്ത് സഞ്ചരിക്കാൻ മുഹമ്മദ് അൽ ഫയദ് ഏർപ്പെടുത്തിയ കാറും അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹം ഏർപ്പെടുത്തിയ ബോഡി ഗാർഡുമുണ്ട്. പക്ഷേ എന്ത് ഫലം? ഹോട്ടലിന്റെ കവാടത്തിന് പുറത്തു കടന്നാൽ അവരെ പാപ്പരാസികൾ പൊതിയുകയാണ്. ഷോപ്പിംഗ് മാളുകളിലും ലിഫ്റ്റിലും റെസ്റ്റോറന്റിലും എവിടെയും ക്യാമറയുമായി പിന്തുടരുന്നവർ. അവരെ ആട്ടിയകറ്റാനോ താക്കീത് ചെയ്യാനോ ഒരു നിയമ സംവിധാനവും മുന്നോട്ട് വന്നില്ല. 1997 ഓഗസ്റ്റ് 30 അന്നാണ് ഡയാനയും ദോദി അൽ ഫയദും ദക്ഷിണ ഫ്രാൻസിലെ ദോദിയുടെ പിതാവിന്റെ വില്ലയിൽ നിന്നും പാരീസിൽ മുഹമ്മദ് അൽ ഫയദിന്റെ ഉടമസ്ഥതയിലുള്ള റിറ്റ്സ് ഹോട്ടലിൽ എത്തിയത്. റിറ്റ്സ് ഹോട്ടലിനടുത്തുള്ള
പ്രശസ്തമായ ആഭരണശാലയിൽ നിന്നും ഡയാനയ്ക്ക് വേണ്ടി ഒരു മോതിരം തിരഞ്ഞെടുക്കണം. അതാണ് ദോതിയുടെ ലക്ഷ്യം. ഡയാനയോട് വിവാഹാഭ്യർത്ഥന നടത്താൻ ദോതി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ എത്തി അല്പം വിശ്രമിച്ചതിനു ശേഷം അവരിരുവരും 2 സ്ഥലത്തേക്ക് പോയി. ഡയാന ഒരു സ്റ്റൈലിസ്റ്റിനെ കാണാനും ദോതി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മോതിരം വാങ്ങാനുമാണ് ആ സമയം ഉപയോഗിച്ചത്. അന്നു വൈകുന്നേരം തന്നെ ഡയാന വില്യമിനെയും ഹാരിയെയും ഫോൺ ചെയ്തു. വില്യമും ഹാരിയും കൊട്ടാരത്തിലെ മറ്റംഗങ്ങൾക്കൊപ്പം സ്കോട്ട്ലാൻഡിലെ അവരുടെ കൊട്ടാരത്തിലാണ്. ഫോൺ എടുത്തുവെങ്കിലും കുട്ടികൾ തിരക്കിലായിരുന്നു. അവിടെ പലതരം കളികളിൽ മുഴുകിയിരിക്കുന്ന കസിൻസിനൊപ്പം കൂടാനുള്ള തിരക്ക്. അതുകൊണ്ട് അവരമ്മയോട് അധികമൊന്നും പറഞ്ഞില്ല. അമ്മ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അവർ പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിച്ച് കളിസ്ഥലത്തേക്ക് ഓടി. വൈകുന്നേരം 7 മണിയോടെ റിറ്റ്സ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ഡയാനയുടെയും ദോതിയുടെയും വാഹനത്തിന് പിന്നാലെ പാപ്പരാസികൾ പാഞ്ഞു. അവരുടെ കണ്ണു വെട്ടിച്ചു രക്ഷപ്പെടാൻ വാഹനത്തിന്റെ ഡ്രൈവർ ശ്രമിക്കുന്നുണ്ട്. പാരീസിലെ ഏറ്റവും പ്രൗഢമായ റെസ്റ്റോറന്റിൽ പോയി സ്വകാര്യമായി അല്പസമയം ചെലവഴിക്കാനും ഭക്ഷണം കഴിക്കാനുമാണ് അവരുടെ പദ്ധതി. പക്ഷേ പിന്തുടർന്നു വരുന്ന വാഹനങ്ങൾ അതിനനുവദിക്കില്ല എന്ന് തീർച്ച. ഒടുവിൽ അവർ റിറ്റ്സിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ റിറ്റ്സിലും നിറയെ പാപ്പരാസികളാണ്. സ്വകാര്യമായി അവിടെ നിന്ന് പുറത്തു കടന്ന് ദോതിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ഹോട്ടലിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവരൊരു പദ്ധതി ഒരുക്കി. ഹോട്ടലിന്റെ മുന്നിലും പിന്നിലും നിറയെ പത്രക്കാർ. അവർക്കിടയിലൂടെ എങ്ങനെയെങ്കിലും പുറത്തു കടന്ന ഡയാനയുടെ വാഹനത്തെ അവരതിവേഗം പിന്തുടർന്നു. വാഹനമോടിച്ചിരുന്ന ഹെൻറി പോൾ മദ്യപിച്ചിരുന്നു. പിന്തുടർന്നു വരുന്നവർക്ക് പിടികൊടുക്കില്ല എന്ന വാശിയിലായിരുന്നു അയാൾ. അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങിയ കാർ പാരീസിലെ സീൻ നദിക്ക് കുറുകെയുള്ള ഓൺ ഡി ആൽമ എന്ന പാലത്തിന്റെ ടണലിൽ പ്രവേശിച്ചു. ഒടുന്നനെ അത് ടണലിൽ ഭിത്തിയിലും തൂണിലും ഇടിച്ചു തകർന്നു. വാഹനം തവിട് പൊടിയായിപ്പോയി. ദോതി അപ്പോൾ തന്നെ മരിച്ചിരുന്നു. ജീവനോടെ അവശേഷിച്ച ഡയാനയെ അവരെ പിന്തുടർന്നെത്തിയവർ അപകടത്തിന്റെ ചിത്രങ്ങളെടുക്കാനും മറ്റുമാണ് ശ്രമിച്ചത്. രക്ഷാസംഘം അവിടേക്കെത്താൻ 15 മിനിറ്റ് എടുത്തു. അവരാണ് കാർ പൊളിച്ച് ഡയാനയെ പുറത്തെടുത്തതും ആശുപത്രിയിൽ എത്തിച്ചതും. ആശുപത്രിയിലെത്തിയിട്ടും നടപടിക്രമങ്ങളൊന്നും എളുപ്പമായിരുന്നില്ല. ഡയാനയുടെ അവസ്ഥ അതീവ ഗുരുതരവുമായിരുന്നു. ആശുപത്രിയിലെത്തി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഡയാന രാജകുമാരി ഈ ലോകമുപേക്ഷിച്ച് യാത്രയായി. ലോകം മുഴുവൻ പാരീസിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുകയാണ്. ആധുനിക ലോകത്തിനു മുന്നിൽ ഏറ്റവും പ്രിയങ്കരിയായി ജീവിച്ച രാജകുമാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് കേവലം ഒരു റോഡ് അപകടമല്ല, പാപ്പരാസികളാൽ നടന്ന കൊലപാതകമാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പാപ്പരാസികൾക്കെതിരെ പ്രതിഷേധമുയർന്നു. ചാൾസും ഡയാനയുടെ മൂത്ത സഹോദരിമാരും ചേർന്നാണ് പാരീസിൽ നിന്ന് ഡയാനയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയതും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയതും. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പതാകയിൽ പൊതിഞ്ഞ ഒരു പേടകം. മൃതദേഹം ആദ്യം ഒരു സ്വകാര്യ മോർച്ചറിയിലെത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് സെന്റ് ജെയിംസ് കൊട്ടാരത്തിന്റെ ചാപ്പലിലേക്ക് മാറ്റി. അപ്പോഴേക്കും ഡയാനയുടെ സ്വകാര്യ വസതിയായ കെൻസിംഗ്ടൺ കൊട്ടാര പരിസരം ആളുകൾ പൂക്കളും അനുശോചന സന്ദേശങ്ങളും കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അത് നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെയായി. ആളുകൾ പല സ്ഥലത്തും ഡയാനയെ അനുസ്മരിക്കാൻ ഒത്തുകൂടി. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നു. സാധാരണക്കാരായ മനുഷ്യർ ഡയാനയെ ഓർത്ത് കണ്ണുനീർ വീഴ്ത്തി. വെസ്റ്റ് മിൻസ്റ്റർ ആബിയിലെ പള്ളിയിൽ സെപ്റ്റംബർ 6-നാണ് ഡയാനയുടെ മൃതസംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് സെപ്റ്റംബർ 5-ന് ടെലിവിഷനിലൂടെ എലിസബത്ത് രാജ്ഞി
ഡയാനയ്ക്കു വേണ്ടിയുള്ള അനുശോചന സന്ദേശം നൽകി. സർക്കാരിന്റെ ഔദ്യോഗികമായ അനുശോചനക്കുറിപ്പ് അതിനു മുൻപ് തന്നെ വന്നിരുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഡയാനയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. അവരുടെ സേവന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന നിരവധി വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഡയാനയെ അനുസ്മരിച്ചു. ഡയാനയുടെ എല്ലാമായിരുന്ന മക്കൾ എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവർ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയെ അനുഗമിക്കേണ്ടതുണ്ടെന്ന് ആരോ പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനും വേണ്ടിവന്നാൽ അവരെ ഏറ്റെടുക്കാനും തയ്യാറായി ഡയാനയുടെ സഹോദരൻ ചാൾസ് അവിടെ സന്നിഹിതനായിട്ടുണ്ട്. ചാൾസ് സ്പെൻസർ ആകെ ക്ഷുഭിതനായിരുന്നു. തന്റെ സഹോദരിയുടെ ദുരന്ത ജീവിതത്തിനും അകാലത്തിൽ സംഭവിച്ച മരണത്തിനും പ്രധാന ഉത്തരവാദികൾ ഈ കൊട്ടാരവും അതിലെ അംഗങ്ങളുമാണെന്ന് തുറന്നു പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അദ്ദേഹം. കുട്ടികൾ ഡയാനയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കൊപ്പം നടന്നു. ഡയാനയുടെ മൃതസംസ്കാര ചടങ്ങുകൾ ബ്രിട്ടനിലെ ടെലിവിഷൻ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ അത് പലപ്പോഴായി വാർത്തകളിൽ പ്രത്യക്ഷമായി. വർഷങ്ങൾക്ക് മുൻപ് ഡയാനയുടെ വിവാഹ ചടങ്ങ് കാണാൻ ടെലിവിഷന് മുന്നിൽ ഇരുന്നവരെക്കാൾ പല മടങ്ങ് അധികം ആളുകൾ ഇപ്പോൾ അവരുടെ മൃതസംസ്കാര ചടങ്ങുകൾ കാണാൻ ഇരിക്കുകയാണ്. ഡയാനയുടെ സുഹൃത്തു കൂടിയായ സംഗീതജ്ഞൻ എൽട്ടൺ ജോൺ എഴുതി സംഗീതം കൊടുത്ത വിലാപകാവ്യം അവിടെ ആലപിക്കപ്പെട്ടു. വിലാപയാത്രയ്ക്ക് ശേഷം നടന്ന ശവസംസ്കാര ചടങ്ങ് തികച്ചും സ്വകാര്യമായ ഒന്നായിരുന്നു. ചാൾസിനും കുട്ടികൾക്കും ഡയാനയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പുറമെ ഡയാനയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഒരു പുരോഹിതനും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാതറിൻ വാക്കർ ഡിസൈൻ ചെയ്ത ഒരു കറുത്ത കുപ്പായമാണ് ഡയാനയെ അണിയിച്ചിരുന്നത്. ഏതാനും മാസം മുൻപ് ഡയാന ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ തയ്യാറാക്കിക്കൊടുത്തതാണ് ആ ഉടുപ്പ്. ഡയാന മുമ്പൊരിക്കൽ മദർ തെരേസയെ സന്ദർശിച്ചപ്പോൾ അവർ സമ്മാനിച്ച കൊന്ത ഡയാനയുടെ കൈക്കുള്ളിൽ വച്ചുകൊടുത്തിരുന്നു. നൂറ്റാണ്ടുകളായി സ്പെൻസർ കുടുംബത്തിന്റെ വസതിയായ ആൾത്തോ പാർക്കിലെ ഒരു ദ്വീപിലാണ് ഡയാനയുടെ കല്ലറ തയ്യാറാക്കിയത്. കല്ലറ തീർത്തും കുടുംബത്തിന്റെ സ്വകാര്യ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സഹോദരൻ ചാൾസ് സ്പെൻസറിന് നിർബന്ധമുണ്ട്. അവിടം സന്ദർശിക്കാനായി ഭാവിയിൽ ജനങ്ങൾ വന്നുകൂടുന്നതിനോടും കുടുംബാംഗങ്ങളുടെ സ്വകാര്യത നിഷേധിക്കുന്നതിനോടും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ഡയാനയുടെ മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാനും സ്വൈര്യമായി സമയം ചെലവഴിക്കാനും കഴിയുന്ന ഒരിടം തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഡയാനയുടെ മൃതസംസ്കാരം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കെൻസിംഗ്ടൺ കൊട്ടാരത്തിലേക്ക് പൂക്കളും അനുശോചനക്കുറിപ്പുകളും വന്നുകൊണ്ടേയിരുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ലോകത്തിലെ എല്ലാ ഭാഷയിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഡയാനയ്ക്കൊപ്പം കൊല്ലപ്പെട്ട ദോദിക്ക് അദ്ദേഹത്തിന്റെ രാജ്യത്ത് അന്ത്യവിശ്രമം ഒരുങ്ങി. ഡയാനയുടെ മരണം കൊട്ടാരം ആസൂത്രണം ചെയ്തതാണെന്ന് ചിലരെല്ലാം വാദിച്ചു, പ്രത്യേകിച്ചും മുഹമ്മദ് അൽ ഫയദ്. അദ്ദേഹം ദീർഘകാലം അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് പിന്നാലെ പോയി. വലിയ അന്വേഷണം തന്നെ നടന്നെങ്കിലും ആ ആരോപണത്തിന് വസ്തുതകളുടെ പിൻബലമുണ്ടായിരുന്നില്ല. രാജപദവികളെല്ലാം നിർജീവമായി കൊണ്ടിരുന്ന ആധുനിക യുഗത്തിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട രാജകുമാരി എന്ന ബഹുമതിയുമായി ഡയാന ഇന്നും അനേകരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു.